നഗരസഭയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി വരവ് എന്ന പേരിൽ ആഘോഷ പരിപാടി നടത്തുമ്പോൾ നഗരസഭയിലെ മൂച്ചിക്കുണ്ട് കോളനിയിലുള്ളവർ നഗരസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. പേര് മൂച്ചിക്കുണ്ട് വരവ് എന്നായിരുന്നു. വർഷങ്ങളായിട്ടും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോളനിയിലുള്ളവർ പ്രകടനമായി നഗരസഭയിലേക്ക് വന്നത്. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം കൊണ്ടോട്ടി. പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുടിവെള്ളം ലഭിക്കാത്ത കൊണ്ടോട്ടി നഗരസഭയിലെ മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ കൊണ്ടോട്ടി നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. മൂച്ചിക്കുണ്ട് എന്താ കൊണ്ടോട്ടിയല്ലേ? കുടിവെള്ളത്തിന് വേറെ പോവണോ? ഞങ്ങളുടെ കുടിവെള്ളം എവിടെ? തുടങ്ങിയ പ്ലക്കാർഡുകളും ഉയർത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സമരത്തിൽ പ്രതിഷേധമിരമ്പി. തരാം തരാം എന്ന് പറയുകയല്ലാതെ വെള്ളം എന്നു തരുമെന്ന് സമരത്തിനെത്തിയവർ ചോദിച്ചു. വെള്ളത്തിന് പ്രശ്നത്തിലാണ്. 60 വർഷത്തിലേറെയായി കോളനി ഭരിച്ചു കിട്ടിയിട്ട് ഒരിക്കൽ പോലും വെള്ളം എന്താന്ന് ആരും ഇത് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. അതുപോലെ ഞങ്ങൾ അയൽ വീടുകളിൽ എല്ലാ വീടുകളിലും കിടപ്പ് രോഗികളുണ്ട്. എൻ്റെ അമ്മ 8 മാസം കിടന്നു തളർവാതായിട്ട്. ആ അമ്മയുടെ ഒരു തുണി നന്നാക്കണമെങ്കിൽ 4 കിലോമീറ്റർ അകലം നമ്മൾ രാത്രിയാകാൻ നിൽക്കണം. ലേശം വെള്ളമുള്ളത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് അവരുടെ ഉപയോഗം കഴിഞ്ഞ് അവർ പോയതിന് ശേഷം വേണം കിടപ്പ് രോഗിയുടെ തുണികൾ നമ്മൾ കൊണ്ട് കഴുകാൻ. അപ്പോൾ അതിന് ഈ രാത്രി 8 മണി തൊട്ട് 10 മണി വരെ കാത്തിരിക്കും നമ്മൾ ഈ വൃത്തികെട്ട തുണി വൃത്തിയാക്കാൻ. അങ്ങനെ വളരെ കാലമായി, ഒരു 60 വർഷമായി ഞങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഞങ്ങൾക്ക് അല്പം വെള്ളം കിട്ടണമെന്ന് വോട്ടുകാരെല്ലാവരും വരുമ്പോൾ അടുത്ത വർഷം തരും എന്ന് പറയുന്നുണ്ട്. ഇതുവരെയും കിട്ടിയിട്ടില്ല. പല പദ്ധതികളുണ്ടെങ്കിലും ഒന്നുപോലും പൂർത്തീകരിച്ചിട്ടില്ല. മൂച്ചിക്കുണ്ട് കോളനിയിലെ കുടിവെള്ള പ്രശ്നം സംബന്ധിച്ച് എയർ1 ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായാണ് നഗരസഭാ കാര്യാലയത്തിനു മുൻപിലെത്തിയത്. പക്ഷെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഓരോരോ പദ്ധതികളിലുണ്ട്, ആ പദ്ധതിയിലുണ്ട്, ഈ പദ്ധതിയിലുണ്ട്, ഞങ്ങൾക്ക് വെള്ളം വരും എന്നുള്ളതാണ്. പക്ഷെ 60 വർഷത്തിലേറെയായി ഞങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വർഷത്തിലേറെ ആയിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇതിനൊരു തീരുമാനം ആകുന്നത് വരെ ഒരു സമരമുറയായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടുകളൊന്നും ഇനി ഞങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾ അനുഭവിക്കരുത്. ഞങ്ങളെന്തായാലും ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഇനി അവരനുഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരമുറയായിട്ട് മുന്നോട്ട് വന്നത്. മൂച്ചിക്കുണ്ട് കോളനിയിൽ നിന്നുള്ള 100-ലേറെ കുടുംബങ്ങളാണ് പങ്കെടുത്തത്. പരിഹാരമില്ലെങ്കിൽ മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി വലിയ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. വെള്ളമാണ് ഞങ്ങളെ പ്രധാനം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങള് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയാൽ വെള്ളമാണ് ഞങ്ങൾക്ക് ആവശ്യം. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പല സ്ഥലത്തും അലഞ്ഞിരുന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞാൽ കുറെ ദൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നത്. തലച്ചുമടായിട്ട്, അതായത് പണി നിർത്തി വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് പോവാണ് വെള്ളത്തിന് വേണ്ടിയിട്ട്. വെള്ളത്തിന് പോയിട്ട് പറഞ്ഞാൽ മുസ്ലിരങ്ങാടി ഏരിയയിൽ ഈ ഭാഗത്ത് വന്നിട്ട് അവിടെ വന്നാണ്ട് മുസ്ലിരങ്ങാടിൽ നിന്ന് വെള്ളം ചുവന്ന് പോയിട്ട് ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പണി നിർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞാൽ എത്തുമ്പോൾ സമയം ഒരു 8 മണി 9 മണിയാവും വീട്ടിലെത്തുമ്പോൾ. ആ വീട്ടിലെത്തുമ്പോൾ ജോലി കഴിഞ്ഞ് പോണ പോക്കിൽ വെള്ളം ചുമന്നുകൊണ്ടാണ് പോകല്. അങ്ങനെ പോയിട്ട് ഞങ്ങൾ വെള്ളം പിന്നെ വല്ലതും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുകൊണ്ട് കഴിയുള്ളൂ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് പിന്നെ അധികാരികൾ തന്നെയാണ് ഏക വിഷയം. കാരണം അവര് വരും അടുത്ത കൊല്ലം എന്ന് പറയും, 2-3 കൊല്ലം അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. റോഡില്ല, വെള്ളമില്ല, വൈദ്യുതി ഇല്ലാതെ ഞങ്ങൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം.
രാവിലെ 10 മണിയോടെ തുടങ്ങിയ പ്രതിഷേധം ഉച്ചവരെ തുടർന്നു. ജനകീയ സമിതി ഭാരവാഹി കെ ലക്ഷ്മണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സി ജിനേഷ്, കെ ജിനുമോൻ, കെ അയ്യപ്പൻ, കെ നവീൻ, കെ സി പ്രവീൺ, കെ സി വിജയലക്ഷ്മി, കെ പി കമല, കെ പി അർച്ചന, പി ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടിവെള്ള പ്രശ്നത്തിന് നടപടിയുണ്ടായില്ലെങ്കിൽ വിവിധ സർക്കാർ കാര്യാലയങ്ങളിലേക്ക് മുൻപിൽ സമരവുമായി എത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.